നക്ഷത്ര നിബിഡമായ ആകാശത്തെ നോക്കി നിൽക്കുമ്പോൾ ഓരോ നക്ഷത്രവും ഓരോ കഥ പറയുന്നതായി നമുക്ക് തോന്നും. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർ ആകാശത്തെ 27 ഭാവങ്ങളായി തരംതിരിച്ചപ്പോൾ അതിൽ 15ാമത്തെ നക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്ന ചോതി അഥവാ സ്വാതി എന്ന നക്ഷത്രം എന്നും ഒരു നിഗൂഢതയായിരുന്നു. മറ്റെല്ലാ നക്ഷത്രങ്ങളും കൂട്ടം കൂടി നിൽക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ആകാശത്തിന്റെ വിശാലതയിൽ ഏകാന്തനായി എന്നാൽ അതീവ തേജസ്സോടെ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് ചോതി. ഈ ഏകാന്തത തന്നെയാണ് ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെയും അടിസ്ഥാനശില. എന്താണ് ചോതിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? വെറുമൊരു ജ്യോതിഷ പ്രവചനത്തിനപ്പുറം ചോതി നക്ഷത്രക്കാരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അഗ്നിപർവ്വതത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? വായുദേവൻ അധിപനായ ഈ നക്ഷത്രം കൊടുങ്കാറ്റിന്റെ വേഗതയും കുളിർക്കാറ്റിന്റെ സാന്ത്വനവും ഒരുപോലെ ഉള്ളിൽ ഒളിപ്പിച്ചവരാണ്. ഒരു വശത്ത് രാഹുവിന്റെ നിഗൂഢമായ മാന്ത്രികതയും മറുവശത്ത് തുലാം രാശിയുടെ നീതിബോധവും ചേരുമ്പോൾ ചോതി നക്ഷത്രക്കാർ ലോകത്തിനു മുൻപിൽ ഒരു സമസ്യയായി മാറുന്നു. ഭാരതീയ മിത്തോളജിയിൽ ചോതിയെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കെട്ടിയിടാൻ ശ്രമിക്കുന്തോറും കരുത്താർജിച്ച് കുതറിമാറുന്ന വായുവിനെ പോലെയാണവർ. ചോതി നക്ഷത്രക്കാരുടെ ജീവിതം ഒരു യാത്രയാണ്. കാണാപ്പുറങ്ങൾ തേടിയുള്ള, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയുള്ള ഒരു യാത്ര. അവർ പലപ്പോഴും ഒരാൾക്കൂട്ടത്തിനിടയിലും തനിയെയായിരിക്കും. ആ ഏകാന്തത അവരുടെ പരാജയമല്ല, മറിച്ച് അവരുടെ ലോകം മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലായതുകൊണ്ടാണ് അവർ തനിച്ചാകുന്നത്. സ്വാതി നക്ഷത്രത്തിന്റെ പ്രതീകമായ ഇളം മുള കാറ്റിൽ ആടിയുലയുമെങ്കിലും ഒടിഞ്ഞു പോകില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ എത്രയൊക്കെ തളർന്നാലും ചിറകടിച്ചുയരാൻ ചോതി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. എന്നാൽ അവരുടെ ഈ അതിജീവനത്തിന് പിന്നിൽ ആരും കാണാത്ത കണ്ണുനീരും ആരും കേൾക്കാത്ത പോരാട്ടങ്ങളുമുണ്ട്. ജ്യോതിഷ പുസ്തകങ്ങൾ പറയുന്ന ഗുണഗണങ്ങൾക്കപ്പുറം ഈ നക്ഷത്രക്കാർ സ്വയം പോലും വെളിപ്പെടുത്താത്ത ചില രഹസ്യങ്ങളുണ്ട്. അവരുടെ ചിന്തകൾക്ക് പ്രപഞ്ചത്തോളം വീതിയുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ഉയരമുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ചോതി നക്ഷത്രക്കാരുടെ ആരും പറയാത്ത കാണാപ്പുറങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ബന്ധങ്ങളിൽ പൂർണ്ണമായ സംതൃപ്തി കണ്ടെത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർ എപ്പോഴും ഒരു ഔട്ട്സൈഡറായി തുടരുന്നത്? അവരുടെ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രാസവിദ്യ എന്താണ്? രാഹുവും വായുദേവനും അവരുടെ സ്വഭാവത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരോ അവരെ സ്നേഹിക്കുന്നവരോ ആയ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ചില നിഗൂഢ സത്യങ്ങളുണ്ട്. വായുവിനെ പോലെ അദൃശ്യവും എന്നാൽ പ്രാണനെ പോലെ അനിവാര്യമായതുമായ ആ സത്യങ്ങൾ തേടി നമുക്ക് ഈ വീഡിയോയിലൂടെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു മുത്തിന്റെ ശുദ്ധിയോടെ, ഒരു വാളിന്റെ മൂർച്ചയോടെ പ്രകാശിക്കുന്ന ചോതിയുടെ ആത്മകഥയാണിത്. നക്ഷത്രങ്ങളുടെ ഈ മാന്ത്രിക ലോകത്ത് ചോതി നക്ഷത്രക്കാർ എങ്ങനെ ഒരു വലിയ വിസ്മയമായി മാറുന്നുവെന്ന് നമുക്ക് നോക്കാം. കാറ്റിലുലയാത്ത സ്വന്തം വെളിച്ചത്തിൽ മാത്രം വിശ്വസിക്കുന്ന ചോതി നക്ഷത്രക്കാരുടെ നിഗൂഢതകളിലേക്കും അവരുടെ ഹൃദയ താളങ്ങളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ചോതി എന്ന വാക്കിന് നല്ലത് ചെയ്യുന്നവൾ അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതെന്നൊക്കെ അർത്ഥമുണ്ട്. ഇതിന്റെ സംസ്കൃത നാമമായ സ്വാതി എന്നതിന് ശുദ്ധമായ തുള്ളി എന്നും അർത്ഥമുണ്ട്. ആകാശത്തൊറ്റപ്പെട്ട ഒരു നക്ഷത്രമായാണ് ചോതി കാണപ്പെടുന്നത്. ഇത് അവരുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നു. കൂട്ടത്തിൽ നിൽക്കുമ്പോഴും തന്റേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവരാണവർ. ചോതിയുടെ ചിഹ്നം പുതിയ മുള അല്ലെങ്കിൽ വാളാണ്. കാറ്റിൽ ആടി ഉലയുന്ന ഒരു ഇളം പുല്ല് അല്ലെങ്കിൽ മുള വായുവിന്റെ ചലനത്തിനൊപ്പം വഴങ്ങിക്കൊടുക്കുന്നു. എന്നാൽ അത് ഒടിഞ്ഞു പോകുന്നില്ല. ഇത് ചോതിക്കാരുടെ അതിജീവന ശേഷിയെയും വഴക്കത്തെയും സൂചിപ്പിക്കുന്നു. അതേസമയം വാൾ അവരുടെ ബുദ്ധിശക്തിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തിനെയും പ്രതിനിധീകരിക്കുന്നു. ചോതി നക്ഷത്രത്തിന്റെ ദേവത വായുവാണ്. പ്രപഞ്ചത്തിന്റെ പ്രാണവായുവായ വായുവിന് തടസ്സങ്ങളില്ല. അത് എവിടെയും കടന്നു ചെല്ലും. ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയെ ഓർക്കാതെ വയ്യ. വായുപുത്രനായ ഹനുമാൻ ജനിച്ചത് ചോതി നക്ഷത്രത്തിലാണെന്ന് ഒരു അഭിപ്രായമുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ മൂലം നക്ഷത്രമെന്നും കാണാറുണ്ട്. ഒരിക്കൽ വായുദേവനും പർവ്വത രാജാവായ മേരുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി. വായുവിന്റെ ശക്തിയെ തടയാൻ മേരുപർവ്വതം ശ്രമിച്ചു. എന്നാൽ വായു തന്റെ ഗതി മാറ്റി മേരുവിന്റെ ഒരു ഭാഗം തകർത്ത് സമുദ്രത്തിലേക്ക് ഇറങ്ങിയെന്നാണ് കഥ. ഇതാണ് ചോതി നക്ഷത്രക്കാരുടെ ഊർജം. അവരെ തളച്ചിടാൻ ശ്രമിച്ചാൽ അവർ തകർത്ത് മുന്നേറും. അവർ ശാന്തമായിരിക്കുമ്പോൾ കുളിർക്കാറ്റാണ്, എന്നാൽ പ്രകോപിതരായാൽ അവർ കൊടുങ്കാറ്റായി മാറും. ചോതിയുടെ അധിപൻ രാഹുവാണ്. ജ്യോതിഷത്തിൽ രാഹുവിനെ ലൗകിക സുഖങ്ങളുടെയും ബുദ്ധിശക്തിയുടെയും വിദേശ ബന്ധങ്ങളുടെയും കാരകനായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാർക്ക് വിദേശ യാത്രകളോട് താല്പര്യമുണ്ടാകും. മിക്ക നക്ഷത്രങ്ങളും ഏതെങ്കിലും ഗ്രഹത്തിന്റെ സ്വാധീനത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ചോതിക്കാർ രാഹുവിന്റെ മാന്ത്രിക വലയത്തിലാണ്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ ചിന്തിക്കും. ലോകം ഒരു വഴിക്ക് പോകുമ്പോൾ തന്റേതായ ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ ചോതിക്കാർക്ക് സാധിക്കുന്നത് രാഹുവിന്റെ ഈ സ്വാധീനം കൊണ്ടാണ്. പുറമേ നോക്കുമ്പോൾ ഇവർ വളരെ സോഷ്യലാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇവർ ഏകാന്തത ആഗ്രഹിക്കുന്നവരാണ്. ആൾക്കൂട്ടത്തിനിടയിലും തനിയെ ഇരിക്കാൻ ഇവർക്ക് കഴിയും. തുലാം രാശി ആയതുകൊണ്ട് തന്നെ നീതിയുടെ തുലാസ് ഇവരുടെ കൈവശമുണ്ടാകും.
പക്ഷപാതം കാണിക്കാൻ ഇവർക്ക് കഴിയില്ല. സ്വന്തം ആളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ഇവർ എതിർക്കും. വാക്കുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ ചോദ്യക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. നയതന്ത്രജ്ഞത ഇവരുടെ രക്തത്തിലുണ്ട്. വഴക്കുകൾ തീർക്കാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും ഇവർ മിടുക്കരാണ്. ഇവർ വളരെ ക്ഷമയുള്ളവരാണെന്ന് തോന്നും. എന്നാൽ തങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കണമെന്ന് ഉള്ളിൽ വാശിയുണ്ടാകും. കാത്തിരിക്കാൻ ഇവർക്ക് വലിയ മടിയാണ്. ഇവർ പാരമ്പര്യമായി കിട്ടുന്നതിനേക്കാൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വളരുന്നവരാണ്. ഏത് സാഹചര്യത്തിലും ഇവർ പൊരുത്തപ്പെടും. രാജകൊട്ടാരത്തിലായാലും സാധാരണ കുടിലിലായാലും ഒരു ചോദ്യക്കാരന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. സ്വാർത്ഥത കുറഞ്ഞവരാണിവർ. തന്നേക്കാൾ കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ സഹായിക്കാൻ ഇവർ മുൻപന്തിയിലുണ്ടാകും. ശുക്രൻ രാശാധിപനായതുകൊണ്ട് കല, സംഗീതം, സാഹിത്യം എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അവരുടെ സംസാരത്തിൽ പോലും ഒരു താളമുണ്ടാകും. ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും 30 വയസ്സിന് ശേഷമാണ് പച്ചപിടിക്കുന്നത്. ബാല്യകാലത്തും കൗമാരത്തിലും ഇവർ പലതരം പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയേക്കാം. എന്നാൽ അനുഭവങ്ങളാണ് അവരെ കരുത്തരാക്കുന്നത്. 30 മുതൽ 60 വയസ്സുവരെയുള്ള കാലഘട്ടം ഇവരുടെ സുവർണ കാലമായിരിക്കും. രാഹുവിന്റെ ദശയിലാണ് ജനനമെങ്കിൽ കുട്ടിക്കാലം അല്പം പ്രയാസകരമായിരിക്കും. എന്നാൽ പിന്നീട് വരുന്ന വ്യാഴദശയും ശനിദശയും ഇവർക്ക് നല്ല ഉയർച്ചകൾ നൽകും. ചോദ്യക്കാർ പ്രണയത്തിൽ വളരെ വിശ്വസ്തരായിരിക്കും. എന്നാൽ പങ്കാളിയിൽ നിന്ന് അമിതമായ നിയന്ത്രണങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യം തടയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇവർ അസ്വസ്ഥരാകും. ചോദ്യ നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും. എന്നാൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ അവർ പ്രതികരിക്കും. ഇവർക്ക് അനുയോജ്യമായ പങ്കാളികൾ വിശാഖം, അത്തം, രോഹിണി നക്ഷത്രക്കാരാണ്. മകയിരം, ചിത്തിര നക്ഷത്രക്കാരുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ കച്ചവടം, നയതന്ത്രം, കല, രാഷ്ട്രീയം, നിയമം എന്നീ മേഖലകളിൽ ചോദ്യക്കാർ തിളങ്ങും. സ്വന്തമായി ബിസിനസ് ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. മാർക്കറ്റിംഗ് രംഗത്ത് ഇവർക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. കാരണം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ചോദ്യ നക്ഷത്രം ശരീരത്തിലെ വായുവിനെ നിയന്ത്രിക്കുന്നു. അതിനാൽ ഗ്യാസ് ട്രബിൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും പ്രാണായാമവും ചെയ്യുന്നത് ഇവർക്ക് വലിയ ഗുണം ചെയ്യും. മാനസികമായ സമ്മർദ്ദം ഇവർക്ക് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ധ്യാനം ശീലമാക്കുന്നത് നല്ലതാണ്. ധനു നവാംശത്തിൽ ഉൾപ്പെട്ട ചോദ്യ 1-ാം പാദക്കാർ നല്ല ദീർഘവീക്ഷണമുള്ളവരാണ്. ആത്മീയ കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. മകരം നവാംശത്തിൽ ഉൾപ്പെട്ട ചോദ്യ 2-ാം പാദക്കാർ കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നവരായിരിക്കും. പണത്തോടും ഭൗതിക സുഖത്തോടും താല്പര്യം കൂടും. കുംഭം നവാംശത്തിൽ ഉൾപ്പെട്ട ചോദ്യ 3-ാം പാദക്കാർ വളരെ ബുദ്ധിശാലികളായിരിക്കും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇവർ തിളങ്ങും. മീനം നവാംശത്തിൽ ഉൾപ്പെട്ട ചോദ്യ 4-ാം പാദക്കാർക്ക് നല്ല ഭാവനയുണ്ടാകും. കലാരംഗത്ത് തിളങ്ങുന്നവർ മിക്കവാറും ഈ പാദത്തിൽ ജനിച്ചവരായിരിക്കും. ചോദ്യ നക്ഷത്രക്കാർക്ക് വായുപുത്രനായ ഹനുമാനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഹനുമാൻ ചാലിസ ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ വായുദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി പ്രാണായാമം ശീലിക്കുന്നതും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ചോദ്യ നക്ഷത്രക്കാർക്ക് പലപ്പോഴും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉൾവിളി ഉണ്ടാകാറുണ്ട്. അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് സത്യമായി ഭവിക്കാറുണ്ട്. തങ്ങളുടെ പ്ലാനുകൾ വിജയിക്കുന്നതുവരെ അത് രഹസ്യമായി വെക്കാൻ ഇവർക്ക് കഴിയും. പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാമെന്നതാണ് ഇവരുടെ നയം. പുറമെ ശാന്തരായി കാണപ്പെടുമ്പോഴും മനസ്സിൽ 1000 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. മിക്ക ചോദ്യക്കാരും ഓവർ തിങ്കിങ് എന്ന പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ചോദ്യ നക്ഷത്രം ഒരു പ്രതിഭാസമാണ്. അത് കെട്ടിനിൽക്കുന്ന വെള്ളമല്ല, ഒഴുകുന്ന കാറ്റാണ്. ചലനമാണ് ചോദ്യയുടെ ജീവൻ. സ്വാതന്ത്ര്യത്തെയും നീതിയെയും സ്നേഹിക്കുന്ന ബുദ്ധിശക്തിയും കരുണയും ഒരേപോലെ സമ്മേളിച്ച വ്യക്തികളാണിവർ. തങ്ങളെ തന്നെ സ്വയം പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ചോദ്യക്കാർക്കുണ്ട്. ചോദ്യ നക്ഷത്രത്തിന്റെ ഈ നിഗൂഢ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ചോദ്യക്കാരനും ഓരോ അത്ഭുതമാണ്, ഓരോ പുതിയ കഥയുമാണ്. വായുവിനെ ആർക്കെങ്കിലും അളക്കാൻ കഴിയുമോ? അതുപോലെയാണ് ചോദ്യ നക്ഷത്രക്കാരും. അവർ അനന്തമാണ്, അപാരമാണ്.